ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇനി വരുന്ന PSC എക്സാമിനേഷന് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. അത് കേരള സ്കൂൾ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ കേരള സ്കൂൾ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്? ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, സ്കൂൾ കായികമേള ഒരു ഒളിമ്പിക്സ് മാതൃക നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം എന്ന് വെച്ചാൽ കേരളമാണ്. ഒളിമ്പിക്സ് മാതൃകയിൽ സ്കൂൾ കായികമേള നടത്തിയ ആദ്യ സംസ്ഥാനം ഏതാണെന്ന് വെച്ചുള്ളത് കേരളമാണ്. 2024 ഇത്തരത്തിലുള്ള സംരംഭം കേരള സംസ്ഥാനത്ത് നടന്നത്. അപ്പൊ സ്കൂൾ കായികമേള ഒളിമ്പിക്സ് മാതൃക നടപ്പിലാക്കിയത് 2024 വേദി എന്ന് പറയുന്നത് കൊച്ചിയാണ്. ഇനി അവിടെ വിജയമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് തിരുവനന്തപുരമാണ്. ഇനി ആ സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം എന്നറിയപ്പെടുന്നത് തക്കുടു എന്ന അണ്ണാറക്കണ്ണനായിരുന്നു. ഇനി നോക്കാം, 2025 ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് നടന്നതാണ് സ്കൂൾ ഒളിമ്പിക്സ് കായികമേള. അപ്പൊ സ്കൂൾ കായികമേള ഒളിമ്പിക്സ് മാതൃക നടത്തിയ കായികമേളയുടെ 2025 വേദി എന്ന് പറയുന്നത് തിരുവനന്തപുരമായിരുന്നു. ഇനി അതിന്റെ വിജയം ആര് തന്നെയാണ്? തിരുവനന്തപുരം തന്നെയാണ്. അവിടെ ഭാഗ്യചിഹ്നം എന്ന് അറിയപ്പെടുന്നത് 2025 കേരള സ്കൂൾ ഒളിമ്പിക്സ് കായികമേളയുടെ ഭാഗ്യചിഹ്നം എന്നറിയപ്പെടുന്നത് 2025 തങ്കു എന്ന മുയലാണ് കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ബ്രാൻഡ് അംബാസിഡർ. 2025 സ്കൂൾ ഒളിമ്പിക്സ് കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ എന്നറിയപ്പെടുന്നത് സഞ്ജു സാംസൺ ആണ്. എന്നാൽ ഗുഡ്വിൽ അംബാസിഡർ എന്നറിയപ്പെടുന്നത് കീർത്തി സുരേഷ്. ഇനി അത് മാത്രമല്ല, ഈ 2025 നിന്ന് കേരള സ്കൂൾ ഒളിമ്പിക്സ് കായികമേളയില് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായിട്ട് പ്രധാനമായിട്ട് 2 കായിക ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തുകയുണ്ടായി. അത് ക്രിക്കറ്റും ബോക്സ് ബോളുമാണ് കൂടെ ഓർത്തുവയ്ക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേരള സ്കൂൾ ഒളിമ്പിക്സ് കായികമേളയുമായി ബന്ധപ്പെട്ട് നമ്മൾ PSC പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക് കണ്ടുമുട്ടാം.